ഇന്ന് നമ്മൾ ഉണ്ടാക്കുന്ന ബിരിയാണി ഇല്ലേ, അതൊരു 40 കൊല്ലം മുമ്പുള്ള അതേ ടേസ്റ്റിലാണ് ഇന്ന് നമ്മൾ ഉണ്ടാക്കുന്നത് ബിരിയാണി. ഇന്നത്തെ ബിരിയാണികളിൽ കാണാത്ത പഴമക്കാർ മാത്രം ഉപയോഗിച്ചിരുന്ന ഒരു യഥാർത്ഥ രഹസ്യക്കൂട്ട് നമ്മൾ ഇന്നത്തെ ബിരിയാണിയിലുണ്ട്. അത് പറഞ്ഞു തരാം. അതിനായി നമ്മൾ ഇന്ന് ബിരിയാണിക്ക് എടുത്തത് ബീഫാണ്. 1.5 കിലോ ബീഫാണ് എടുത്തിട്ടുള്ളത്. ഇത് സാധാരണ തലശ്ശേരി ബിരിയാണിയോ അല്ല ഇപ്പോഴുള്ള ബിരിയാണിയോ അല്ല, ഇതിലൊരു രഹസ്യക്കൂട്ടുണ്ട്. രഹസ്യക്കൂട്ടല്ല, പഴയ കാല കല്യാണ വീട്ടിലൊക്കെ ഉണ്ടാകുന്ന അതേ രുചിയിലുള്ള ഒരു ബിരിയാണിയാണ്. ഇന്ന് ബിരിയാണി ഉണ്ടാക്കാൻ എടുത്തിരിക്കുന്നത് 1.5 കിലോ ബീഫും 2 കിലോ അരിയുമാണ്. കൈമ റൈസാണ് എടുത്തിരിക്കുന്നത്. പിന്നെ നമുക്കിന്ന് മസാല കൂടുതൽ വേണം, അതുകൊണ്ട് തന്നെ നമ്മൾ ഉള്ളി കുറച്ചധികം എടുത്തിട്ടുണ്ട്. നമ്മൾ ഇന്ന് ഉള്ളി പൊരിച്ചിട്ടൊന്നുമല്ല വെക്കുന്നത്, സാധാരണ പഴയ കാലം ഒരു ബിരിയാണിയാണ്. അതായത് നമ്മുടെയൊക്കെ ചെറിയ പ്രായത്തിൽ ഉണ്ടാക്കുന്ന ബിരിയാണിയാണിത്. ഇനി നമുക്ക് ബിരിയാണിയിലേക്ക് പോകാം. നമ്മൾ ബീഫ് ആദ്യമേ കുക്കറിൽ നല്ലവണ്ണം വേവിച്ച് വെച്ചിട്ടുണ്ടായിരുന്നു. ബീഫ് നല്ലവണ്ണം വെന്ത് കിട്ടാൻ ഒരു വിസിലിന് ശേഷം പിന്നെ 20 മിനിറ്റ് ചെറിയ തീയിൽ വെച്ചാൽ മതി. വെറും 20 മിനിറ്റ് മാത്രം മതി, നല്ലവണ്ണം ബീഫ് വെന്ത് കിട്ടും. പണ്ടൊക്കെ വിറകടുപ്പിലായതുകൊണ്ട് എത്ര സമയം വേണമെങ്കിലും നല്ലവണ്ണം വേവിച്ചെടുക്കാൻ പറ്റും. ഇപ്പോൾ ഗ്യാസിൻ്റെ ക്ഷാമം കൊണ്ട് നമുക്ക് ഇങ്ങനെയൊക്കെ പറ്റും. ബീഫൊക്കെ നല്ലവണ്ണം വെന്ത് വരുമ്പോഴേക്കും നമുക്ക് മസാല റെഡിയാക്കി എടുക്കാം. മസാലക്കായി നമ്മൾ എടുത്തിരിക്കുന്നത് ഒരു ചെറിയ 8 ഉള്ളിയാണ്, പിന്നെ ഒരു 10-20 പച്ചമുളക്, ഒരു വലിയ കഷ്ണം ഇഞ്ചി, 2 ചെറിയ വെളുത്തുള്ളി. നമ്മൾ വെളിച്ചെണ്ണയിലാണ് മസാല ഉണ്ടാക്കുന്നത്. വെളിച്ചെണ്ണയിൽ ഉണ്ടാക്കിയാലേ പഴയ കാലത്തുള്ള ആ ബിരിയാണിയുടെ ടേസ്റ്റ് നല്ലവണ്ണം നമുക്ക് മനസ്സിലാവും. ഇതേപോലെ നിങ്ങൾ ഇതുവരെ ഉണ്ടാക്കിയിട്ടില്ലെങ്കിൽ ഒരു പ്രാവശ്യമെങ്കിലും ഒന്ന് ഇതേപോലെ ബിരിയാണി ഉണ്ടാക്കി നോക്കണേ. വെളിച്ചെണ്ണയിൽ നല്ലവണ്ണം ഉള്ളിയൊക്കെ വഴറ്റി വന്നപ്പോൾ നമ്മൾ അതിലേക്ക് പച്ചമുളകും ഇഞ്ചിയും വെളുത്തുള്ളിയും ഒന്നിച്ച് നല്ലവണ്ണം മിക്സിയിൽ നല്ലവണ്ണം അരച്ച് ചേർത്ത് കൊടുത്തിട്ടുണ്ട്. പണ്ടൊക്കെ ഇത് അമ്മിക്കല്ലിലാണ് അരക്കാറ്. അതുകൊണ്ട് തന്നെയാണ് പണ്ടത്തെ ബിരിയാണിക്കുള്ള ടേസ്റ്റ് ഏത് ബിരിയാണിക്കും കിട്ടാത്തത്. അങ്ങനെ നമ്മൾ പച്ചമുളകും ഇഞ്ചിയും വെളുത്തുള്ളിയും എല്ലാം ചതച്ചത് ചേർത്ത് വീണ്ടും നല്ലവണ്ണം വഴറ്റിയതിന് ശേഷം നമ്മൾ തക്കാളി ചേർത്ത് കൊടുത്തേ. തക്കാളി കൂടി ചേർത്ത് പിന്നെ നമ്മൾ കുറച്ച് തൈര് കൂടി ചേർത്ത് കൊടുത്തിട്ടുണ്ട്. പിന്നെ ആവശ്യത്തിന് ഉപ്പും കൂടി ചേർത്ത് നല്ലവണ്ണം വഴറ്റിയ ശേഷം മസാലക്കൂട്ടൊക്കെ നല്ലവണ്ണം ഒന്ന് വെന്ത് വരട്ടെ. ഉള്ളിയുടെയും പച്ചമുളകിൻ്റെയും മസാലകളുടെയും എല്ലാം പച്ചമണം നല്ലവണ്ണം മാറി വരണം. പിന്നെ ആവശ്യത്തിന് ഉപ്പ് കൂടി ചേർത്ത് കൊടുത്തിട്ടുണ്ട്. കല്ലുപ്പാണ് ചേർത്തത്. എല്ലാ മസാലക്കൂട്ടും നല്ലവണ്ണം വഴറ്റി വന്നതിന് ശേഷം നമ്മൾ വേവിച്ച് വെച്ച ബീഫ് കൂടി ചേർത്ത് കൊടുത്തിട്ടുണ്ട്. 20 മിനിറ്റ് കൊണ്ട് തന്നെ നല്ലവണ്ണം വെന്തിട്ടുണ്ടായിരുന്നു. ആ ബീഫിൻ്റെ വെള്ളം അടക്കം അതിലേക്ക് ചേർത്ത് കൊടുത്തിട്ടുണ്ട്. പിന്നെ അതിലേക്ക് ചേർത്ത് കൊടുത്തത് മസാലപ്പൊടിയാണ്, ഗരം മസാലപ്പൊടി. ഇതൊക്കെ നമ്മൾ സാധാരണ ബിരിയാണി വെക്കുന്നത് പോലെ തന്നെയാണ് ഇപ്പോൾ ഇതുവരെ നിങ്ങൾ കണ്ടത്. പക്ഷേ അതിൽ ഒരു മസാല കൂടി ഞാൻ ചേർത്ത് കൊടുത്തിട്ടുണ്ട്. സാധാരണ ഗരം മസാല ഉണ്ടാക്കുമ്പോൾ നമ്മൾ ചേർക്കുന്നത് നല്ല ജീരകവും കറുവാപ്പട്ടയും ഗ്രാമ്പൂ അങ്ങനെയൊക്കെ അല്ലേ. പക്ഷേ ഇതിൽ വേറൊരു ജീരകവും കൂടിയുണ്ട്. നല്ല ജീരകത്തേക്കാൾ നല്ല സുഗന്ധമുള്ളൊരു ജീരകമുണ്ട്, സാജീരകം എന്നാണ് പറയുക. നിങ്ങൾക്കൊക്കെ അറിയാമായിരിക്കും സാജീരകം. പക്ഷേ നമ്മൾ കുറേ കാലമായിട്ട് ഈ സാജീരകത്തെ കാണാറേ ഇല്ലായിരുന്നു. നല്ല ജീരകം മാത്രം വെച്ചിട്ടാണ് മസാല ഉണ്ടാക്കാറ്. പക്ഷേ ഈ സാജീരകത്തിൻ്റെ ടേസ്റ്റ് ഒന്ന് വേറെ തന്നെയാണ്. മാത്രമല്ല അതിൻ്റെ സ്മെല്ലും ഒന്ന് വേറെ തന്നെയാണ്. അത് നല്ല ജീരകം ചേർക്കുന്നത് പോലെ ചേർക്കേണ്ട ആവശ്യമില്ല. സാജീരകപ്പൊടി വളരെ കുറച്ച് ചേർത്താൽ തന്നെ നല്ലൊരു സ്മെല്ലുണ്ടാവുക. ബിരിയാണിക്ക് രുചിയും നല്ല അടിപൊളിയായിരിക്കും. പിന്നെ നമ്മൾ 2 കിലോ അരിയാണ് എടുത്തത്. 2 കിലോ അരി എടുക്കാൻ കാരണം നമുക്കിന്ന് ആശുപത്രിയിൽ പൊതിച്ചോറ് കൊടുക്കേണ്ട ദിവസമാണ്. അതുകൊണ്ടാണ് കുറച്ച് കൂടുതൽ എടുത്തത്. അല്ലെങ്കിൽ നമ്മൾ സാധാരണയായി 1 കിലോനോ 1.25 കിലോനോ മാത്രം മതിയാകും. അങ്ങനെ മസാലയൊക്കെ വെന്ത് മാറ്റി വെച്ചിട്ടുണ്ടായിരുന്നു. നല്ലവണ്ണം മസാല ഉണ്ടായിരുന്നു. ഉള്ളിയും തക്കാളിയും ബീഫും എല്ലാം കറക്റ്റ് അളവിനായിരുന്നു. അരി അളന്നപ്പോൾ നമുക്ക് 6 കപ്പാണ് അരി ഉണ്ടായിരുന്നത്. 6 കപ്പിന് 9 കപ്പ് വെള്ളമാണ് വെക്കേണ്ടത്. ഇത് അറിയാത്തവർക്ക് വേണ്ടി മാത്രം ഞാൻ പറയുന്നതാണ്. 6 കപ്പ് അരിയും 9 കപ്പ് വെള്ളവുമായാൽ കറക്റ്റ് അളവിൽ വെന്ത് കിട്ടും. ചോറ് കുഴഞ്ഞു പോകാതെ ഇരിക്കും. പിന്നെ മസാലയൊക്കെ പണ്ടുള്ള ആൾ വെക്കുന്ന പോലെ വെച്ചിട്ട് പിന്നെ ചോറ് പുതിയ രീതിയിൽ വെച്ചിട്ട് കാര്യമില്ലല്ലോ. ചോറിനായി ഒരു പാത്രം വെച്ച് അതിലേക്ക് വെളിച്ചെണ്ണയാണ് ചേർത്ത് കൊടുത്തത്. പിന്നെ കുറച്ച് നെയ്യും കൂടി ചേർത്ത് കൊടുത്തിട്ടുണ്ട്. നിങ്ങൾക്ക് ആവശ്യമുള്ളത് ചേർത്ത് കൊടുക്കാം. നമ്മളൊരു 150 വെളിച്ചെണ്ണയും ഒരു വലിയ 2 സ്പൂൺ നെയ്യുമാണ് ചേർത്ത് കൊടുത്തത്. അരിയൊക്കെ വറുക്കുമ്പോഴേക്കും നമ്മൾ അപ്പുറത്തെ സ്റ്റൗവിൽ ഒരു പാത്രത്തിൽ വെള്ളം വെച്ചിട്ടുണ്ടായിരുന്നേ തിളക്കാനായിട്ട്.
തിളച്ച വെള്ളമാണ് ഇതിലേക്ക് ചേർത്ത് കൊടുക്കേണ്ടത്, പച്ചവെള്ളം ചേർത്ത് കൊടുക്കാൻ പാടില്ല. പിന്നെ അരി വറുക്കാനിട്ടപ്പോൾ നമ്മൾ 2-3 കഷ്ണം കറുവാപ്പട്ടയും 2-3 ഏലക്കായും പിന്നെ ഗ്രാമ്പും എല്ലാം ചേർത്ത് കൊടുത്തിട്ടുണ്ട്. പിന്നെ ആവശ്യത്തിന് ഉപ്പ് കൂടി ചേർത്ത് കൊടുത്തതിന് ശേഷമാണ് അരിയൊക്കെ നല്ലവണ്ണം വറുത്തെടുത്തത്. അരിയൊക്കെ വറുത്ത് വരുമ്പോഴേക്കും നമ്മൾ വെള്ളമൊക്കെ നല്ലവണ്ണം തിളച്ചിട്ടുണ്ടായിരുന്നു. വെള്ളം അതിലേക്കൊഴിച്ച് ഒന്ന് മൂടി വെച്ച് പെട്ടെന്ന് വെന്ത് കിട്ടും. തിളച്ച വെള്ളം ആയതുകൊണ്ട് തന്നെ അരിയൊക്കെ നല്ലവണ്ണം വെന്ത് കിട്ടും. ചോറൊക്കെ വെന്ത് നമ്മൾ മാറ്റി വെച്ചിട്ടുണ്ട്. പിന്നെ മസാല വെന്തപ്പോൾ പകുതി നമ്മൾ മാറ്റി വെച്ചിട്ടുണ്ടായിരുന്നു. അത് 2 ലെയറായിട്ടാണ് നമ്മൾ ദമ്മിടുന്നത്. അപ്പോൾ മസാലയൊക്കെ നല്ലവണ്ണം ചോറിൽ പിടിച്ചിരിക്കും. പിന്നെ പഴയ കാലത്ത് ബിരിയാണിയിൽ ചേർക്കുന്ന ഒരു സീക്രട്ട് കൂടിയുണ്ട്. അതിനു മുമ്പേ നിങ്ങൾ എൻ്റെ ചാനൽ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ. ആ ബെല്ലൈക്കനും കൂടി ഒന്ന് അമർത്തിയേക്കണേ. പകുതി മസാലയിലാണ് നമ്മൾ പകുതി ചോറാണ് ചേർത്ത് കൊടുത്തത്. ചോറിൻ്റെ മീതെ നമ്മൾ കുറച്ച് ഗരം മസാലപ്പൊടി കൂടി ചേർത്ത് കൊടുത്തിട്ടുണ്ട്. പിന്നെ നമ്മൾ കുറച്ച് ഉള്ളിയും അണ്ടിപ്പരിപ്പും മുന്തിരിയും ഒക്കെ വറുത്ത് കോരി വെച്ചിട്ടുണ്ടായിരുന്നു. ഒരു ലെയർ ചോറിട്ട് കൊടുത്ത ശേഷം ഗരം മസാല ചേർത്തതിന് ശേഷം മാത്രമേ ഉള്ളിയും അണ്ടിപ്പരിപ്പും മുന്തിരിയെല്ലാം പൊരിച്ചത് ചേർത്ത് കൊടുക്കാൻ പറ്റൂ. പിന്നെ മാറ്റിവെച്ച ബാക്കിയുള്ള മസാല കൂടി ചേർത്ത് നല്ലവണ്ണം പരത്തിയെടുക്കണേ. മസാല ഒരു സ്ഥലത്ത് മാത്രം ആകാൻ പാടില്ല. അതിന് ശേഷം ബാക്കി വന്ന ചോറ് കൂടി ചേർത്ത് കൊടുക്കണേ. വീണ്ടും അതിൻ്റെ മേലെ പൊരിച്ച് വെച്ച ഉള്ളിയും മുന്തിരിയും ഗരം മസാലപ്പൊടിയും എല്ലാം ആദ്യത്തെ പോലെ തന്നെ ചേർത്ത് കൊടുക്കണേ. നിങ്ങൾക്കെൻ്റെ ഈ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ഒന്ന് ലൈക്കും കമൻറ്റും ഷെയറും എല്ലാം ഒന്ന് ചെയ്തേക്കണേ. നമ്മൾ ഈ 2 കിലോ അരി 15 പേർക്കുള്ളതാണ്. 2 കിലോ അരിയും 1.5 കിലോ ബീഫും പിന്നെ അതിൻ്റെ മസാലയും എല്ലാം കൂടുമ്പോൾ 15 പേർക്കൊന്നും അല്ല, 10-18 പേർക്ക് നല്ലവണ്ണം കഴിക്കാൻ പറ്റും. പക്ഷേ ഇതേപോലെ തന്നെ വെള്ളവും എല്ലാം കറക്റ്റ് അളവായിരിക്കണം. വെള്ളം കൂടിപ്പോയാൽ നമുക്ക് ചോറ് വല്ലാതെ കുഴഞ്ഞു പോകും. അപ്പോൾ 15 പേർക്ക് പോയിട്ട് ഒരു 10 പേർക്ക് വരെ കഴിക്കാൻ പറ്റില്ല. ഇതൊക്കെ നമ്മൾ പറയുന്നത് കുറേ ടെസ്റ്റ് ചെയ്ത് നോക്കിയത് കൊണ്ട് മാത്രമാണ്. ഇത് 3 കിലോ ബിരിയാണി വെക്കുന്ന ചെമ്പാണ്. ഇപ്പോൾ കണ്ടോ, മസാലയും ചോറും എല്ലാം ആകുമ്പോഴേക്കും 3 കിലോ ബിരിയാണി വെക്കുന്ന ചെമ്പാണിത്. അതിൽ നിറയെ ചോറുണ്ടായിരുന്നു. പിന്നെ ബാക്കി വന്ന ഉള്ളിയും അണ്ടിപ്പരിപ്പും മുന്തിരിയും എല്ലാം പൊരിച്ചത് കൂടി നമ്മൾ അതിലേക്ക് ചേർത്ത് കൊടുത്തിട്ടുണ്ട്. പിന്നെ കുറച്ച് മല്ലിയില കൂടി ചേർത്ത് കൊടുത്തിട്ടുണ്ട്. അതിനുശേഷം മൂടി വെച്ച് ഒരു 10 മിനിറ്റ് ചെറിയ തീയിൽ ദമ്മിടാൻ വെച്ചിട്ടുണ്ട്. 10-15 മിനിറ്റ് വെക്കാം. ചെറിയ തീയിലായിരിക്കണം, എന്നാലേ നല്ലവണ്ണം മസാലയും ചോറും എല്ലാം നല്ല മിക്സ് ആക്കിയിട്ടു അടി കരിഞ്ഞു പോകാതെ നോക്കണേ. നമുക്ക് ചോറൊന്ന് നോക്കാം. ആവി വന്നിട്ടുണ്ട്. പഴയ ആൾക്കാർ ഇതിലേക്ക് ചേർക്കുന്നത്, അതായത് മസാലയിൽ ചേർക്കുന്നത് തേങ്ങയും കസ്കസും, അത് രണ്ടും കൂടി നല്ലവണ്ണം അരച്ചതിലേക്ക് ചേർക്കാറുണ്ട്. അത് എന്തിനാണെന്നറിയില്ല. അതായിരിക്കും പണ്ടത്തെ കാലത്തെ ബിരിയാണിയുടെ സീക്രട്ട്. അത്രയ്ക്ക് ടേസ്റ്റായിരുന്നു നമ്മളെല്ലാം ചെറുപ്പകാലത്തുള്ള ബിരിയാണി. അതേപോലെ ടേസ്റ്റാണ് നമ്മൾ ഇന്നുണ്ടാക്കിയ ബിരിയാണിയും. പിന്നെ നമ്മൾ ഇന്നലെ ഒരു കടയിൽ പോയി ചോദിച്ചിരുന്നു കസ്കസ് ഉണ്ടോയെന്ന്. അവിടെ ഇല്ലായിരുന്നു. അതുകൊണ്ടാണ് നമ്മൾ ബിരിയാണിക്ക് ചേർക്കാതിരുന്നത്. നമ്മൾ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ. നാളെ നല്ലൊരു റെസിപ്പിയുമായി വീണ്ടും വരുന്നത് വരെ തൽക്കാലം പോകുന്നു. ടാറ്റാ, ബൈ ബൈ.